അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വൈകുന്നേരത്തെ സൂര്യൻ്റെ സ്വർണ്ണനിറം പുത്തൻവീട് തറവാടിൻ്റെ മുറ്റത്ത് പതിഞ്ഞു നിന്നു. വലിയ അടുക്കളയിൽ മാത്രം അസാധാരണമായ തിരക്കായിരുന്നു. മുറ്റത്ത് കൂട്ടിയിട്ടിരിക്കുന്ന തേങ്ങകൾ, വലിയ പിച്ചള ഉരുളി, മൺചട്ടികൾ, വിറകുകൾ, അരിവാളുകൾ, കത്തി, ചിരവ എല്ലാം ഓരോ ജോലിക്കായി തയ്യാറായി കിടക്കുന്നു. വീട് മുഴുവൻ നിറഞ്ഞു നിന്നത് നെയ്യിൻ്റെയും വറുത്ത തേങ്ങയുടെയും ഈത്തപ്പഴത്തിൻ്റെയും സുഗന്ധമായിരുന്നു. ആയിഷുമ്മ എല്ലാവരെയും വിളിച്ചു കൂട്ടി. റുക്കിയ, എടി റുക്കിയ, ഇങ്ങോട്ടൊന്ന് വാ. ആദ്യം ഈ ഈത്തപ്പഴങ്ങളൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കണം. എന്നിട്ട് കുരു ഇങ്ങോട്ട് കഴിഞ്ഞെടുക്കണം. ഓരോന്നിൻ്റെയും കുരു കളഞ്ഞെടുക്കുക. ആദ്യം നല്ലോണം കഴുകുക. ഒരു കുരു പോലും അകത്തുണ്ടാകാൻ പാടില്ല. എല്ലാ കുരു ഇങ്ങോട്ട് എടുക്കുക. റുക്കിയാത്ത് ചിരിച്ചുകൊണ്ട് വലിയ പാത്രം മുന്നിലേക്ക് വലിച്ചിട്ട്, എൻ്റെ പൊന്നാര ആയിഷോ, ഇതൊക്കെ ഇപ്പം എനിക്ക് അറിയണല്ലേ, ഇപ്പോൾ പറഞ്ഞതിൻ്റെ വലിയ ആവശ്യമുണ്ടോ? ഈത്തപ്പഴം വിരകലും മരുന്ന് വിരകലൊക്കെ ഞാൻ നല്ലോണം വിരകും. ഞാൻ ഉണ്ടാക്കി കൊടുക്കാനും പോകണ്ട. ഇപ്പം പിന്നെ ഈ പണ്ടത്തെ മാതിരി പെരയിൽ വിരകലൊന്നും ഇപ്പം ഇല്ലേ. ഇപ്പോൾ എന്ന് വെച്ചാൽ ഈ പ്രസവാനന്ദ ശുശ്രൂഷക്കുള്ള ഓരോ സ്ഥാപനങ്ങളും കാര്യങ്ങളും അല്ലേ. അപ്പോൾ അവിടേക്കാണ്ട് പോയി കഴിഞ്ഞാൽ ഈ പെറ്റ പെണ്ണിനെയും കുട്ടിനെയും ഓലാണ് നോക്കും. ഓലണ്ട് ഏറ്റെടുക്കും. ഇപ്പോൾ 65 റുപ്യ, 70, 80 അങ്ങനെയൊക്കെയാണ് വരുന്നത്. പെണ്ണിനും ഉള്ള എല്ലാതും ഓല് നോക്കും. പിന്നെ പോരാത്തിന് കുട്ടീൻ്റെ കാര്യം അതും നോക്കും. ലേഹം വരകലും ഒക്കെ ഒന്നായിട്ട് തന്നെ. അതേപോലെ ഒപ്പം നിൽക്കണോൽക്കും ഉള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ പിന്നെ മരുന്ന് വരകലൊന്നും പെരയിലില്ല. ആദ്യമൊക്കെ എനിക്ക് നല്ലോണം പണി കിട്ടിന്. മരുന്ന് വരക ഇത് മാത്രമല്ല, തെങ്ങും പൂക്കുല ലേഹം, അത് നല്ല മരുന്നിട്ടുകാണ്ട് അത് വരക. പിന്നെ ഇപ്പോൾ പണ്ടൊന്നും ഈത്തപ്പഴം വരകലില്ലേനു നമ്മൾ ഈ വൈക്കിലൊന്നും. ഇപ്പോൾ പിന്നെ എല്ലാവരും ഒരു 15 കഴിയുമ്പോഴത്തിന് ഈത്തപ്പഴം വരകും. 15 കഴിയണ്ട, ഒരു 8-10 ദിവസമായാൽ. മറ്റേത് പിന്നെ വലിയ മരുന്ന്, അതിപ്പോൾ തെങ്ങും പൂക്കലിട്ട് ചിലപ്പോൾ ഒരു 10-30 ദിവസമൊക്കെ ആയതിൻ്റെ ശേഷം 40 ആണിനെ മുമ്പേ ഇക്കാരം വരകൽ. എന്നാൽ 90 ആകുമ്പോഴത്തിന് പെറ്റ് കിടക്കണ പെൺകുട്ടികളൊക്കെ ഇങ്ങോട്ട് ചുറുക്ക് ഇങ്ങോട്ട് വെക്കും. എന്തോ ഒരു ചൊറുക്കേക്കാരം അവരെ കാണാൻ. സെമീറാക്ക് നല്ല മട്ടത്തിന് ഉണ്ടാക്കി കൊടുക്കണം. കാരണം എമ്മയും ബാപ്പയും ഇല്ലാത്ത കുട്ടിയാണ്. നമ്മളെ മോളെ പോലെ കരുതിയിട്ട് ഉണ്ടാക്കണം. അപ്പോഴേക്കും അതാ റാഹിലയും മിസ്രിയും അവരുടെ തൊട്ടടുത്തിരുന്നു. നുസീബ ഇരുന്നപ്പോൾ തന്നെ കുഞ്ഞ് കരയുന്നു. നുസിയെ ഇജ്ജിരിക്കല്ലേ, ഇങ്ങോട്ട് നീച്ച്, ഇജ്ജ് ആ കുട്ടികളെ നോക്കിക്കോ. അതിന് പാലെന്താ വെച്ചാൽ കൊടുക്കും. ഇപ്പം തന്നെ ഇജ്ജ് അവിടെ കൂട്ടത്തിൽ പോയിരുന്നാൽ കുട്ടികളെ നൊളൊഴിച്ചൂലേ. ഒറ്റ ചെറിയ പൈതങ്ങളല്ലേ, ജോല നോക്കിക്കോ. നുസീബയെ ഉമ്മ അതിൽ നിന്ന് വിലക്കി. എന്നാൽ അതിൽ കൂട്ടത്തിൽ ഒരുപാട് അജുവ ഈത്തപ്പഴങ്ങളും ഉണ്ടായിരുന്നു. ഒരുപാട് ഈത്തപ്പഴങ്ങൾ. അത് നല്ല വിലപിടിപ്പുള്ള, നല്ല വാങ്ങണമെന്ന് പ്രത്യേകം ഷമ്മാസിനോട് പറഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ നല്ല തന്നെയാണ് വാങ്ങിക്കണത്. കുഴപ്പമൊന്നുമില്ല, നല്ല ഈത്തപ്പഴം തന്നെയാണ്. ഐശ്വര്യം കൊണ്ട് വെക്കാം. നമ്മൾ ഈ വക്കത്തൊക്കെ പോയി വരുമ്പോൾ കിട്ടുമല്ലോ നല്ലത്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈത്തപ്പഴം. ഇതിങ്ങനെ പച്ചനങ്ങനെ തിന്നാൽ തന്നെ വലിയ രസമായിക്കാരം, ഉറപ്പൊന്നുമില്ല. എന്നാൽ ഓരോന്നും കൈകൊണ്ട് മെല്ലെ തുറന്ന് എടുത്ത് കുരു മറ്റൊരു പാത്രത്തിലേക്ക് ഇടുകയാണ്. എന്നാൽ റാഹിൽ പറഞ്ഞു, ഉമ്മ അത് നല്ല സോഫ്റ്റായ ഈത്തപ്പഴമാണ്, ഇത് നോക്കിക്കേ. അത് ഞാൻ ഷാമോനോട് പ്രത്യേകം പറഞ്ഞതേന്. പല സൈസ് ഈത്തപ്പഴങ്ങളുണ്ടല്ലേ, ഈ ഉറപ്പുള്ളതൊക്കെ ആകുമ്പോഴേ മരുന്ന് വരകിയ ഒരു രസം കിട്ടൂല. പിന്നെ കുറച്ച് തെങ്ങത്തെ സോഫ്റ്റ് ഉള്ളതാകുമ്പോൾ തിന്നാനും രസമാണ്, മറ്റേത് ഇങ്ങോട്ട് ശരിയാവില്ല. പിന്നെ അജുവ ഈത്തപ്പഴങ്ങൾ, അത് ഞാൻ പ്രത്യേകം ഓനോട് കുറച്ച് വാങ്ങാൻ പറഞ്ഞേനു. അത് 7 വെച്ച് രാവിലെ വെറും വയറ്റിൽ നമ്മൾ കഴിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ പാലും കുടിച്ചാലേ നല്ലതാണ്, കുട്ടികൾക്കും നല്ലതാണ്, ഓൾക്കും നല്ലതാണ്. എന്നാൽ ഇതെല്ലാം കേട്ട് സൗദ അവിടെ അകത്തിരിക്കുന്നുണ്ട്. ഹോ, എന്താന്നില്ലേ, ഓളൊക്കെ ഈത്തപ്പഴം വിരകി തീറ്റിച്ചിട്ടും അജുവ ഈത്തപ്പഴം പാലിൽ കലക്കി കൊടുത്തിട്ടും അങ്ങനെ പലതുമാണ് ചെയ്യണത്. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്നാൽ ഐഷുമ്മ പറഞ്ഞു, പെറ്റെടുക്കണ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുമ്പോൾ എന്തു നല്ല സാധനത്തിൻ്റെ ഗുണം നോക്കിയിട്ടേ വാങ്ങാൻ പറ്റുള്ളൂ. ഞാൻ ഓനോട് പ്രത്യേകം എടുത്ത് പറഞ്ഞതിന് സാധനങ്ങൾ വാങ്ങുമ്പോൾ നല്ലേ വാങ്ങണം കേട്ടോ എന്നുള്ളത്. കാരണം ശരീരത്തിന് ബലം കിട്ടണം, പാലും നന്നായി ഉണ്ടാകണം. കുട്ടികൾക്ക് കുടിച്ചേണ്ടതല്ലേ, അതും ഒരു കുട്ടിയല്ലേ, 2 കുട്ടിയല്ലേ, അപ്പം നല്ലോണം മാണ്ടി വരും പാലൊക്കെ. എന്നാൽ 2 ദിവസം മുമ്പ് ഷാമോനെ കൊണ്ട് ഉമ്മ നെയ്യ് കൊണ്ടുവരിപ്പിച്ചിരുന്നു. ഏത് നെയ്യാ അമ്മ വേണ്ടത്, മിൽമൻ്റെ വേണോ അതോ സൂര്യ വേണോ എന്നൊക്കെ ഓൻ ചോദിച്ചിന്. അപ്പം ഞാൻ ഓനോട് പറഞ്ഞ്, പൊന്നാരൻ്റെ ഷാമോനെ കടയിലത്തെ നെയ്യൊന്നും ഉമ്മാൻ്റെ കുട്ടി വാങ്ങണ്ട. ശുദ്ധമായ പശുവിൻ നെയ്യ് കടയിൽ കിട്ടുന്നതിനേക്കാൾ നല്ലത് ഉണ്ടാക്കണോലെ കയ്യിൽ നിന്ന് വാങ്ങിയാൽ മതി. കാരണം ചിലവർ വീട്ടിലുണ്ടാക്കും. അങ്ങനെ വിശ്വസിക്കാവുന്ന ആളുകളുടെ കയ്യിൽ നിന്നുള്ളതാണെങ്കിൽ നമുക്ക് വിശ്വാസമാണ്. കടയിലത്തെ ഒന്ന്
പറ്റ മോശമെന്നല്ല ഞാൻ പറഞ്ഞത്, എന്നാലും ഇപ്പോൾ ഞാൻ അങ്ങനെ നെയ്യ് വാങ്ങിക്കൽ. എന്നാൽ റുക്യാത്ത് ചോദിച്ചു, എൻ്റെ പൊന്നാര ഐഷോ, അല്ല ഈ 2 ഉപ്പ് നെയ്യും ഇട്ടോ ഒന്നും കുറവാക്കണ്ട, കാരണം ഇത്ര ഈത്തപ്പഴല്ലേ, പിന്നെ ഇത് നല്ല നെയ്യാണ്, ഇത് ഇട്ടു ഒരു കേടുമില്ല. ഒരു സാധനം നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മട്ടത്തിന് നല്ല മട്ടത്തിന് ഉണ്ടാക്കണം. ഓരോ സാധനത്തിനും അതിൻ്റേതായ ഗുണമുണ്ടാവും. അപ്പോഴേക്കും മുറ്റത്ത് തേങ്ങ പൊട്ടിക്കുന്ന ശബ്ദം കേട്ടു. തേങ്ങ പൊളിക്കുവാൻ 2 ആളുകളെ വിളിച്ചിരുന്നു, തേങ്ങ ഇട്ടിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടും വേണം. അപ്പോൾ ഈ ഒരു മരുന്ന് വിറകണിക്ക് കുറച്ച് അരക്കാൻ വേണ്ടിയിട്ട് തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിക്കാണ്ട് ഒരു 8-10 തേങ്ങ പൊട്ടിച്ചാൽ അവരോട് പറഞ്ഞേനു. അങ്ങനെ വീട്ടിലെ തൊഴിലാളികൾ വലിയ കൂമ്പാരമായി വെച്ച തേങ്ങകളിൽ നിന്ന് അല്പമെടുത്ത് പൊട്ടിക്കുന്നു. അകത്ത് റാഹിലയും മിസ്രിയും ചിരവയുടെ അടുത്തേക്ക് നീങ്ങി. എന്നാൽ മിസ്രി പറഞ്ഞു, ഞാൻ ചെരുവിക്കോളാം. എന്നാൽ ഐഷുമ്മ, ഇതെല്ലാം കൂടി ചെരങ്ങിയാലേ എൻ്റെ കൈപ്പല വേറിടും. ഇതേ ഇവിടെ 2 ചിരവുണ്ട്, മാറി 2 ചിരവിക്കൂടി. നിങ്ങൾക്ക് വയ്ക്കുന്നുണ്ടേ മതിട്ട, ഞാൻ നിങ്ങളെ നിർബന്ധിപ്പിക്കല്ല, ഒരിക്കലും ഞാൻ നിങ്ങളെ ഇടങ്ങാറാക്കല്ല. ഇനിയിപ്പോൾ ആരെങ്കിലും വിളിച്ചണോ, എൻ്റെ പൊന്നാരെൻ്റെ ഐഷുവോ, ഇത്രയും പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു, ഇനിയിപ്പോൾ ഒരാളെ വിളിച്ച് അതിനല്ലേ ഇപ്പോൾ റാഹില ഇവിടെ നിൽക്കുന്നത്. റാഹിലിപ്പോൾ ഇതിനുള്ള 4 ഒടി അങ്ങനല്ല, പാവം പെൺകുട്ടികളല്ല, ഓലെ കൊണ്ട് എല്ലാം കൂടി എടുപ്പിച്ചത് ശരിയല്ലല്ലേ. നമ്മൾ കുറച്ചൊക്കെ നമ്മളിപ്പോൾ എത്ര പൈസ കൂടെ ഇനിയിപ്പോൾ ഒരു 10,50,000 റുപ്യക്കോ 10,60,000 റുപ്യക്കോ നിൽക്കുകയാണെങ്കിലും കൂടിയിട്ട് നമ്മൾ ഒറ്റയ്ക്ക് ഇടങ്ങാറാക്കാൻ പാടില്ല. നമ്മൾ എപ്പോഴും എന്ത് പണിക്കും കൂടി കൊടുക്കണം. ചിലവർ കരുതുണ്ടാവും പാർപ്പേരത്തേക്ക് പൈസ കൊടുക്കണ്ടല്ലോ, ഓളി എല്ലാ പണി എടുക്കട്ടെ, അങ്ങനെ ഒറ്റപ്പെടുത്തരുത്. കാരണം നമ്മൾ എന്ന് വെച്ചാൽ ഓലിപ്പോൾ ബുദ്ധിമുട്ടുകൊണ്ട് നമ്മളെ പെരയ്ക്ക് വരികയായിരിക്കും, പൂതി ഉണ്ടായിട്ടൊന്നുമല്ലല്ലോ. ഏതായാലും ഇപ്പോൾ റായിലെ കുഴപ്പമൊന്നും ഇല്ലാതെ പണിയൊക്കെ നല്ല മട്ടത്തിന് എടുക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു ആശ്വാസം. പിന്നെ റുക്കിയുണ്ട്, കുട്ടിനെ കുളിപ്പിച്ചാനും കുട്ടികളെ കുളിപ്പിച്ചാനും തള്ളനെ കുളിപ്പിച്ചാനും റുക്കിയാത്ത. പിന്നെ ഓൾക്കുള്ളത് വെച്ചുണ്ടാക്കാൻ ഓളും കഴിച്ചിട്ടുണ്ട്. പിന്നെ പുറമപ്പണിക്ക് റായിലുണ്ട്, അതേപോലെ തന്നെ നുസൈബി ഉണ്ട്, മിസിരി ഉണ്ട് കൂട്ടത്തിൽ. ഏതായാലും അങ്ങനെ നല്ല മട്ടത്തിന് അങ്ങനെ കഴിഞ്ഞ് പോകുന്നുണ്ട്. പ്രശ്നം തിരക്കൊന്നുമില്ല, നല്ല റാഹത്തോടു കൂടിയാണ് പോയി കിട്ടിയ, വലിയ റാഹത്ത് തന്നെയാണ്. എന്നാലും ഇടക്ക് സൗദക്കൊരു നീച്ച് വന്നൊരു നോക്കലുണ്ട്. അപ്പം അങ്ങോട്ട് ഓൾക്കൊണ്ട് പൈച്ചുകാണ്ട് വരിക്കാരം, എന്താ ഒന്നും ആയില്ലേ എന്നൊക്കെ ചോദിച്ചുകാണ്ട്. എന്താ ചെയ്യുക, ഞമ്മക്ക് അങ്ങനെ ഒന്ന് വിധി ഉണ്ടാവും, അല്ലാതെ ഇപ്പം എന്ത് പറയാനാ. എന്നാൽ അതിനിടയിൽ മിസിരി പറഞ്ഞു, ഞാൻ ചെറിയിക്കോളാം. റാഹില പറഞ്ഞു, അല്ല ഞാൻ തുടങ്ങാം. അങ്ങനെ അതാ അവരുടെ ചെറിയൊരു തർക്കം കണ്ട് ആയിഷമ്മ ചിരിച്ചു. 2 പേരും ചെലവിക്കോളി, എന്നിട്ട് 8-10 തേങ്ങയുടെ പാലും എടുക്കാനുണ്ട്. 2 ആളും ചിരണ്ടിക്കാണ്ട് മിക്സിക്ക് അങ്ങനെ ഒന്നും വെള്ളം പാർന്ന് അടിച്ചുകാണ്ട് ഒന്നും ഇങ്ങോട്ട് അടിച്ചു, കുറേ അരക്കരുത്. പണ്ടൊക്കെ ഞങ്ങൾ ഈ തെങ്ങിൻ്റെ ഇതുണ്ടാവുമല്ലോ വല, മറ്റേ നെറ്റ് പോലത്തെ, അതിനുള്ളിൽ തേങ്ങ ഇട്ടുകൊണ്ട് പിരിച്ച് തേങ്ങാപ്പാലെടുത്ത കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, ഒന്നാണ്ട് മിക്സിക്ക് ഇട്ടുകാണ്ട് ഒന്നാണ്ട് കറക്കിയാൽ മതി. ഒരു ഇളം ചൂടുവെള്ളാണ്ട് ഒഴിച്ചാൽ ഒന്നാണ്ട് കറക്കി കാണാണ്ട് എടുത്താലോ നല്ലോണം തേങ്ങാപ്പാൽ നല്ല മട്ടത്തിന് കിട്ടും. പിന്നെ ഒന്നിങ്ങോട്ട് തേങ്ങാപ്പാലെടുത്ത് ഫ്രിഡ്ജിൽ കണ്ട് വെച്ചാലോ പിറ്റേന്നേക്ക് പാല് മാത്രം വേറിട്ട് കിട്ടും, അതേപോലെ തന്നെ വെള്ളം വേറിട്ടും കിട്ടും. അങ്ങനെയുണ്ട്. അങ്ങനെയൊന്നും ഇപ്പോൾ കാട്ടാൻ നേരമില്ലല്ലോ, ഏതെല്ലാം ചിരണ്ടിക്കൂടി. അങ്ങനെ അതാ അവർ തേങ്ങ ചിരവി തുടങ്ങുന്നു. വലിയ പാത്രങ്ങളിലേക്ക് തേങ്ങ ചിരവി വീഴാൻ തുടങ്ങി. വെളുത്ത തേങ്ങാപ്പൊടി കുന്നുപോലെ ഉയർന്നു. അത് കണ്ട് റുക്യാത്ത പറഞ്ഞു, ഐഷോ ഇത്രയൊക്കെ മാനടി. ആദ്യത്തെ പാല് വേറെ, 2-ാം പാല് വേറെ, 3-ാം പാല് വേറെ, ഓരോന്നും ഓരോ സമയത്താണ് ചേർക്കേണ്ടത്. എന്നാലും ഇത്രയൊക്കെ വേണോ? ഇതിപ്പോൾ എല്ലാവർക്കും കൊണ്ട് എത്തിച്ചണം എൻ്റെ പൊന്നാർ റുക്യ. ഇത് പെറ്റെടുക്കുന്ന പെണ്ണിന് മാത്രമുള്ളതല്ല, ഇതിപ്പോൾ എല്ലാവർക്കും, ചെറിയ കുട്ടികളുള്ളവർക്കായാലും ഇനിയിപ്പോൾ എനിക്കൊരു പാത്രം കൊണ്ടുപോകാം, ബാക്കിയുള്ളവർക്കൊക്കെ കൊണ്ടുപോകാം, എല്ലാവർക്കും കൊണ്ട് എത്തിച്ച് എനിക്കൊരു പൂജ മരുന്ന് വിരകാറുമ്പോഴേ അതിൻ്റെ മണം എവിടെ എത്തുന്നോ. പിന്നെയെന്ന് വെച്ചാൽ ഒരാൾക്ക് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ രുചിയും ഗുണമൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ്. അടുക്കളയുടെ ഒരു വശത്ത് മറ്റൊരു ഭാഗത്ത് എന്നാൽ അപ്പോഴേക്കും ചുവന്ന ചെറിയുള്ളി തൊലിക്കുകയാണ് റുക്യാത്തയും ഐഷുമ്മയും കൂടി. അപ്പോൾ മിസ്രി അങ്ങോട്ട് വന്നു. ഇതെന്തിനാ ഇത്ര ചെറിയ ഉള്ളി? ആയിഷമ്മ പറഞ്ഞു, വലിയ ഉള്ളിയല്ല വേണ്ടത്, എപ്പോഴും ചെറിയ ഉള്ളി ഏതാണ് ശരീരത്തിന് നല്ലത്. അതായത് വെച്ചാൽ രക്തോട്ടം ഉണ്ടാവാനും രക്തം ശുദ്ധിയാവാനും നല്ലതാണ് ഈ ചുവന്നുള്ളി പറഞ്ഞാൽ. എത്ര ഉണ്ടുമ്മ ഇത് കുട്ടിയൊരു 5 കിലോ ഉണ്ട്. 5 കിലോനോ? ഉള്ളി തൊലി കളയുമ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു. മിസ്രിയെ കണ്ണി തുടച്ചുകൊണ്ട് പറഞ്ഞു, ഉമ്മ
ഇത്രയ്ക്ക് ഉള്ളി തൊലിച്ചാൽ എന്തെങ്കിലും കരച്ചിൽ വരും. ആയിഷമ്മ ചിരിച്ചു. കരയിക്കാൻ തന്നെയല്ലേ ഉള്ളി? എല്ലാവരും പൊട്ടിച്ചിരിച്ചു. അതേസമയം വലിയ ഉരുളി വിറകടുപ്പിൽ വെച്ചു. താഴെ തീ കത്തിച്ചു. വിറകിൻ്റെ മണം അടുക്കള മുഴുവൻ പരന്നു. ആദ്യം നെയ്യൊഴിച്ചു. ചൂടായപ്പോൾ ഉള്ളി മെല്ലെ അതിലേക്ക് വീണു. ഷ് എന്നൊരു ശബ്ദം. അടുക്കള മുഴുവൻ ആ സുഗന്ധം നിറഞ്ഞു. റാഹില കണ്ണുകൾ അടച്ച് പറഞ്ഞു, ഉമ്മ എന്തൊരു മണാണ്, ഇപ്പോഴല്ലേ തുടങ്ങുന്നത്? അല്പസമയം കഴിഞ്ഞ് ബദാം, അണ്ടിപ്പരിപ്പ്, കറുത്ത മുന്തിരി എല്ലാം ഓരോന്നായി അതാ വറുത്തെടുക്കുന്നു. വറുത്ത ബദാമിൻ്റെ സുഗന്ധവും എല്ലാവർക്കും വളരെയധികം കൊതിയുണ്ടാക്കി. ഐഷുമ്മ പറഞ്ഞു, എൻ്റെ കുട്ടീൻ്റെ ക്ഷാമം ഉണ്ടെങ്കിൽ ഇപ്പം അതിനൊന്ന് കൈയിട്ട് വാരി തിന്നീനു. എപ്പോഴും ഓൻ എന്തെങ്കിലും ഒന്ന് വറുത്ത് കോരുമ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരി നെയ്യിലൊന്ന് വറുത്ത് കോരുമ്പോഴത്തിന് ഓൻ എന്താട്ടും, ഓൻ അതിന് ഒന്ന് നുള്ളി തിന്നു. അപ്പോൾ ഞാൻ പറയും അത് എടുക്കല്ലേ എന്ന് പറയും. ചട്ടകം കൊണ്ട് ഒരു അടിയൊക്കെ കിട്ടും. എന്താ ചെയ്യുക, ഓനിപ്പോൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ്. പിന്നീട് കുരു കളഞ്ഞ അജുവ ഈത്തപ്പഴങ്ങളെല്ലാം വലിയ പാത്രങ്ങളിലേക്ക് ഒഴിച്ചു. അത് മെല്ലെ അരച്ചെടുത്ത് ഉരുളിയിലേക്ക് ചേർത്തു. വലിയൊരു ചട്ടകം കൊണ്ട്, അതായത് തടിയുടെ തവി കൊണ്ട്, മരത്തിൻ്റെ ചട്ടകം കൊണ്ട് ഇളക്കാൻ തുടങ്ങി. ഇളക്കിക്കൊണ്ടിരിക്കുന്ന റുക്കി ചോദിച്ചു, അല്ല ഇഷുവോ, ഇതിപ്പോൾ എല്ലോ പതി കിട്ടോ? പിന്നെ റുക്കിയ അടി പിടിക്കല്ല കേട്ടോ, നമ്മൾ കൈ വിടാതെ ഇളക്കണം, മാറി മാറി ഇളക്കിക്കോളി എല്ലാവരും കൂടി. നല്ലോണം ക്ഷമ വേണം, എന്നെങ്കിൽ തന്നെ സാധനം നന്നാവുള്ളൂ. 1 മണിക്കൂറോളം ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്തു. വീണ്ടും ഇളക്കി. ശർക്കരപ്പാനി അരിച്ചെടുത്ത് അതിലേക്ക് ചേർത്തു. വീണ്ടും ഇളക്കി. അടുക്കള മുഴുവൻ മധുര സുഗന്ധം നിറഞ്ഞു. മിസ്ത്രിയെ പറഞ്ഞു, ഇത് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കില്ലേ മോളെ, ഈ കഴിച്ചിക്കണോ? ഇല്ലമ്മ. ആയിഷമ്മ ചിരിച്ചു. പാകമായിട്ടില്ല. അല്പസമയം കഴിഞ്ഞിട്ട് 2ാം പാല്, പിന്നീട് 3ാം പാല്. ഓരോ ഘട്ടത്തിലും ആയിഷമ്മ പ്രത്യേകം ശ്രദ്ധിച്ചു. ഇപ്പം ഇനി കുറച്ച് തീ കുറച്ചാളിറുക്കിയ എൻ്റെ പൊന്നാര താത്ത, ഞാനേ ഇത്ര തോനെ വിരകിയിട്ടില്ല, അതാണ് എനിക്കിപ്പോൾ. എന്നാൽ കുറഞ്ഞ തീ കുറച്ച് കൊടുക്ക്. ഇനി ഇടക്ക് ഇപ്പോൾ നെയ്യ് കുറച്ചുകൂടെ ഇട്ടുകൊടുക്ക്. 2 കുപ്പി നെയ്യുണ്ട്. ഓരോ കിലോ 2 കിലോ നെയ്യാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. അങ്ങനെ മണിക്കൂറുകൾ കടന്നു പോയി. അവസാനം ലേഹം കട്ടിയായി തുടങ്ങി. എണ്ണ ഇങ്ങോട്ട് വേറിട്ട് നമ്മൾ ഒഴിച്ച നെയ്യൊക്കെ ഇങ്ങോട്ട് പുറത്തേക്ക് കക്കി വരണം. അങ്ങനെ ആകുമ്പോഴാണ് ലേഹം റെഡിയായി എന്നറിയില്ല. ഒന്നും കൂടി ഇളക്കി നോക്കാം. എല്ലാവരും മാറി മാറി ഇളക്കി. ഐഷുമ്മയും കൂട്ടത്തിൽ ഇളക്കി. അവസാനം തവി കൊണ്ട് ഐഷുമ്മ ഇളക്കുമ്പോൾ ഒരു ലേഹ്യം ശരിക്കും അതിൽ നിന്ന് വഴുതി വീഴുന്നത് പോലെ തോന്നി. ആയിഷമ്മയുടെ മുഖത്ത് സംതൃപ്തി നിറഞ്ഞു. ഇതാണ് ശരിയായ പാകം. റുക്യാത്ത് ചോദിച്ചു, അല്ല ഐഷുവോ, ഇതിപ്പോൾ അയക്കണൊന്നും കൂടിയും? ആയിഷമ്മ പറഞ്ഞു, ഇത് മതി. ഇങ്ങനെ ആകുമ്പോഴേ പെറ്റ് കെടുക്കണോൽക്കും അതേപോലെ ഇനി കുട്ടികളുടെ ആരോഗ്യത്തിനും ഇനിയിപ്പോൾ ക്ഷീണം മാറാനും ശരീരത്തിന് ബലം കിട്ടാനും നല്ല ഭക്ഷണശേഷി വരാനും പാലുണ്ടാകാനും വീണ്ടും നമ്മുടെ ശരീരമൊക്കെ പഴയ രീതിയിലാകാനും നമ്മുടെ പഴയ കാലക്കാരുടെ അനുഭവത്തിൽ നിന്നുണ്ടായൊരു വീട്ടുമരുന്ന് എണ്ണയൊക്കെ നല്ലോണം തീറ്റിച്ചിരിക്കണം എൻ്റെ അമ്മയൊക്കെ. അതായത് എൻ്റെ ഷമ്മാസിനെയും നവാസിനെ പറ്റിയിരുന്നപ്പോൾ അതിന് വല്ലാതെ നോക്കി. എൻ്റെ നവാസ് എന്തൊരു മൊഞ്ചനെന്ന് കാണാനെന്നോ. എന്താ ചെയ്യുക. ഉമ്മ അതിനിടയിൽ ഓരോ കഥകളും പറഞ്ഞു. റാഹിലയും മിശ്രിയും അത്ഭുതത്തോടെ ലേഹം നോക്കി. വലിയ പിച്ചള ഉരുളിയിൽ കറുത്ത സ്വർണ്ണ നിറത്തിൽ തിളങ്ങുന്ന ഈത്തപ്പഴ ലേഹം കാണാൻ തന്നെ മനോഹരമായിരുന്നു. ആയിഷുമ്മ അവസാനം പറഞ്ഞു, ഇതാദ്യം സമീറാക്ക് കൊടുക്കണം, പിന്നെ സൗദക്കും നുസൈബക്കും അതേപോലെ കുറച്ച് മാറ്റി വെക്കണം, പിന്നെ റാഹിലാക്കും റുക്കിയാനക്കും കൊണ്ടുപോകാം, പിന്നെ നമ്മളെ സൗദൻ്റെ പെരീക്കും കുറച്ചൊന്നാണ്ട് നുസൈബാൻ്റെ പെരീക്കും കൊടുക്കണം, എന്നാലും ഇത് എമ്പാടുണ്ടാകും. പിന്നെ ഫസീലാക്കും കുറച്ച് കൊടുക്കണം. പെറ്റെടുക്കണ ഓരോ ഉമ്മാർക്കും ഇത് കൊടുക്കണം. പെറ്റ് കെടുക്കണവർക്കല്ല, കുട്ടികളുള്ളവർക്കും ഒക്കെ. എല്ലാവരും സമ്മതത്തോടെ തലയാട്ടി. അത് ഐഷുമ്മ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈത്തപ്പഴ ലേഹം വരുന്നത്. എന്നാൽ രാത്രിയിൽ പുത്തൻവീട് തറവാടിലെ അടുക്കള ഒരു പാചകപ്പുര മാത്രമായിരുന്നില്ല. സ്നേഹവും കരുതലും തലമുറകളായി കൈമാറിയ അറിവും ഒത്തുചേർന്നൊരു വലിയ കുടുംബത്തിൻ്റെ ഹൃദയമായിരുന്നു. വിറകടുപ്പിലെ തീ പതുക്കെ കത്തിക്കൊണ്ടിരിക്കെ സുഗന്ധം നിറഞ്ഞ ഈത്തപ്പഴ ലേഹം അടുത്ത ദിവസങ്ങളിൽ എല്ലാവർക്കും കുപ്പിയിലാക്കി കൊടുക്കണമെന്ന് ഐഷുമ്മ വിചാരിച്ചു. എന്നാൽ അപ്പോൾ ടേസ്റ്റ് നോക്കാൻ എല്ലാവർക്കും ഐഷുമ്മ പാത്രത്തിലേക്ക് ഈത്തപ്പഴ ലേഹം വിളമ്പി. അങ്ങനെ കൂട്ടത്തിൽ സൗദക്കും ഈത്തപ്പഴ ലേഹവുമായി ഉമ്മ നേരെ സൗദയുടെ റൂമിലേക്കും സമീറയുടെ റൂമിലേക്കും പോയി. മോളെ സമീറ,
അത് ചൂടോട് കൂടി കുറച്ചാണ്ട് കഴിച്ചാളി. നല്ല തേങ്ങാപ്പാലും നെയ്യും ഈത്തപ്പഴവും ബദാമും ഒക്കെ നല്ല നല്ല സാധനങ്ങൾ ചുവന്നുള്ളിയൊക്കെ ഇട്ടുകാണ് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് കുറച്ച് തിന്നോക്കാണ്. ഉമ്മ നിങ്ങൾ കഴിച്ചു? ആ ഞങ്ങളൊക്കെ ടേസ്റ്റ് നോക്കുന്നുണ്ട്, അത് തിന്നാളെ. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് ആയുഷുമ്മ അതാ ആ ലേഹ്യം അവൾക്ക് നൽകുന്നു. അവൾ ഉമ്മ ബിസ്മില്ലാ, നല്ല ടേസ്റ്റ് ഉണ്ട് ഉമ്മ. ആ മോളെ ഇപ്പം തിന്നാൽ നല്ല രസമായിക്കാരം, ഇടക്കിടക്ക് അങ്ങനെ തിന്നോണ്ട്, ഞാൻ കൊടന്ന് തരണ്ടിട്ടാ. ഇവിടെ ഞാനൊരു ടിന്നിലാക്കി വെക്കണ്ട്, എന്നെ കാത്തുക്കണ്ട, ഇടക്കിടക്ക് വന്ന് അതിങ്ങനെ എടുത്ത് തിന്നണട്ടജ്. എന്നാൽ ഈ സമയം അതാ സൗദിയുടെ റൂമിലേക്ക് ഒരു പാത്രത്തിൽ കുറച്ച് ലേഹ്യവും അതിലൊരു സ്പൂണുമായി ഉമ്മ അങ്ങോട്ട് ചെന്നു. സൗദ, സൗദ. ആ എന്താ സൗദ, ഒന്ന് തിന്നോക്കാം. ഇവിടെ ഈത്തപ്പഴം വരകിക്കണേ, നല്ല ചൂടോട് കൂടി തിന്നോക്ക്, നല്ല രസമായിക്കാരം. എനിക്ക് വേണ്ട, ആ റുക്കിയാത്ത ഉണ്ടാക്കിയതല്ലേ, എനിക്കത് ഉണ്ടാക്കിയൊന്നും കണ്ടുകൂടാ. റുക്കിയാത്ത ഉണ്ടാക്കിയതോ? എല്ലാവരും കൂടി ഉണ്ടാക്കിയത് തന്നെയാണ്. എല്ലാവരും കൂടി കൈയിട്ട് ഇളക്കി ഉണ്ടാക്കിയത്. കൈയിട്ട് ഇളക്ക്, അടുപ്പത്ത് വെച്ച് നല്ലോണം കത്തിച്ച് ചട്ടകം കൊണ്ട് ഇളക്കി ഉണ്ടാക്കിയതാണ്. ഇത് വേണേ തിന്നോക്ക്. എന്നാൽ സൗദ ജാട കാണിക്കുകയാണ്. അതൊന്നും തിന്നാൻ ആവൂല എന്നുള്ള രീതിയിൽ അവൾ അവിടെ ഇരുന്നു. എന്താ എനിക്ക് വേണ്ടേ? 2 സ്പൂൺ തിന്നോക്ക് കുട്ടിയെ, നല്ല രസമുണ്ടേ. ചൂടാറി ഈ രസം കിട്ടൂല, പറഞ്ഞില്ല എന്ന് വേണ്ട. എന്നാൽ മനമില്ല മനസ്സോടുകൂടി സൗദ അതിലേക്ക് നോക്കുന്നു. എന്താ എനിക്ക് വേണോ വേണ്ടേ? പിന്നെ ഞമ്മക്കിതാ തൃപ്തിപ്പെട്ട് നമ്മൾ തിന്നണം, അല്ലാന്ന് വെച്ചാൽ തിന്നണ്ട. എനിക്ക് വേണ്ട നിങ്ങൾ ലേഹൊന്നും. എന്നാൽ ഉമ്മ പറഞ്ഞു, പൊന്നാര മളെ ഇപ്പം വേണേ തിന്നോ, ഇജ്ജ് വാശി പിടിച്ചിട്ട് കാര്യമില്ല. ഇജ്ജ് ആരോടാണ് ഈ ദേഷ്യം പിടിച്ചിരിക്കണത്? ഇപ്പോൾ വേണമെങ്കിൽ തിന്നോ, പിന്നെ രസം ഉണ്ടാവില്ല അത്ര. എൻ്റെ ഫസീലാക്ക് കുറച്ചാണ് എടുത്തേക്കട്ടെ. ഓൾക്ക് ഇനിയിപ്പോൾ ഈ കോലത്ത് തിന്നാൻ കഴിയില്ല, ഓൾക്ക് അല്ലെങ്കിലേ ഛർദി ഇതുമാണ്, നീച്ചാ ഓൾക്ക് വെയ്യ. എന്തായാലും വേണ്ടിയില്ല. എന്നാൽ അത് കേട്ടപ്പോൾ സൗദക്ക് കലിപ്പ് കൂടി. ഫസീല എപ്പോഴും ആ ഒരു മരുമകളെ ഓർമ്മയുള്ളൂ, വേറൊരാൾ ഇവിടെ ഉണ്ടെന്നുള്ള ഓർമ്മയൊന്നുമില്ല. എന്നാൽ ഇതെല്ലാം സമീറാക്ക് വേണ്ടിയാണല്ലോ ഉണ്ടാക്കുന്നതെന്ന് ആലോചിച്ചപ്പോൾ അവൾക്ക് ദേഷ്യം വന്നു. എന്താന്നില്ലേ നാണം കെട്ട വർഗം, വീട്ടിലത്തെ വേലക്കാരത്തിയാളെ ഇവിടെ കൊണ്ടുവന്ന് പ്രസവിപ്പിച്ചുകാണ്ട് ഇവിടുന്ന് നേറ്റ് ലേഹ്യം മരുന്നും എല്ലാം വിരകി ഇങ്ങോട്ട് ഒന്നും കൂടി തടിച്ചാക്കാനാണ്, അല്ലെങ്കിലേ തടിയുണ്ട്. അത് എന്താന്നില്ല ഇവിടുന്ന് മെല്ലെ ആട്ടി വിടണം, അതാ വേണ്ടത്. അങ്ങനെ അതാ ലേഹമൊക്കെ എല്ലാവർക്കും കൊടുത്തു. ഒരു കുപ്പി റുക്കിയാത്താക്ക് കൊടുത്തു, പിന്നെ ഒരു കുപ്പി നുസിയുടെ വീട്ടിലേക്ക്, പിന്നെ ഫസീലാക്ക്. സാജിക്ക് പിന്നെ അതിനൊന്നും വലിയ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ അമ്മ പറഞ്ഞു ഓള് കൊടുത്താൽ തിന്നൂല. ഇവിടെ ഓള് പെറ്റെടുക്കുമ്പോൾ വിരകിയിട്ടൊക്കെ, പിന്നെ അവസാനത്ത് ഇവിടെ പെറ്റിട്ടില്ല. ഓൾ അവിടെയാണ്, ഇങ്ങോട്ട് വരാനേ ഓൾക്ക് പോവില്ല. ഓൾ അവിടെ ഇങ്ങനെ കൂടും. ആയിക്കോട്ടെ നിന്നോട്ടെ, ഓളെ പുതിയാപ്പിള നല്ലൊരു മനുഷ്യനാണ്. ആണുങ്ങൾ നന്നായി തന്നെ പിന്നെ പെൺകുട്ടികൾക്ക് പെരിക്ക് വരാൻ പൂതിയൊന്നുണ്ടല്ലോ, അവിടെ നിന്നോട്ടെ, നല്ല മട്ടത്തിൽ റാഹത്തോട് കൂടി നിൽക്കട്ടെ, അതന്നെയാണ് വേണ്ടത്. എന്നാലും കുറച്ച് കൊടുക്കയക്കാൻ ഞാനൊരു പൊറുതിയേടുമാണ്. അങ്ങനെ അത് ഐഷുമ മരുന്ന് വരികിയത് എല്ലാ വീട്ടിലേക്കും, കൂട്ടത്തിൽ അതാ സൗദയുടെ എളാമാക്കും കൊടുത്തയക്കുന്നുണ്ട്. അവർക്കൊക്കെ ഉള്ളത് ഇവിടെ എടുത്ത് വെച്ചിക്കാണ്, ഇനി വരുമ്പോഴൊക്കെ കൊടുക്കുക, കേട് വരുകയുള്ളത് ഇപ്പോൾ എത്ര വെച്ചാലും. എന്തൊക്കെ തന്നെയായാലും മരുന്ന് വിരകൽ, ഈത്തപ്പഴം വിരകൽ കഴിഞ്ഞു. ഈ തെങ്ങും പൂക്കല വെട്ടിയിട്ടൊരു വിരകാണ്ട്. പണ്ടൊക്കെ രാത്രി തന്നെ മരുന്ന് വിരകിൻ്റെ, രാത്രി ഇങ്ങനെ മരുന്ന് വിരകൽ തുടങ്ങി നേരം വെളുക്കോളം അത് ഇളക്കി 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 അങ്ങനെ ഉണ്ടാക്കലേനു. പണ്ടൊക്കെ ആണുങ്ങളെ എനിക്കൊക്കെ വിരകിൻ്റെത്. ആണുങ്ങൾ 2 ആണുങ്ങളെ വിളിച്ചു, ഓൽക്ക് പറഞ്ഞാൽ പിന്നെ അത്ര കുഴക്കും ക്ഷീണുണ്ടാവും, നല്ല 2 മല്ലന്മാരെ. ഐഷുമ്മ കഥ പറയാൻ തുടങ്ങി. ആണുങ്ങൾ ഈ കണ്ട മരുന്നും എല്ലാം കൂടി ഇട്ട് വലിയൊരു ഉരുളിപ്പാത്രം ഉണ്ടാവും, അതിൻ്റെ ചോട്ടിൽ നല്ലോണം അങ്ങോട്ട് കത്തിച്ചുകാണ്ട് നല്ല അങ്ങോട്ട് ഇളക്കി ഇളക്കി, ഓൽക്ക് നല്ല ശക്തിയേക്കാറില്ലേ, ഇളക്കണം, കയ്യിന് നല്ലോണം ബലം വേണം, എന്നാൽ നല്ലോണം ലേഹം നന്നാവും. അങ്ങനെയായിരുന്നു എന്നെ നോക്കിൻ്റെത്. ഇപ്പം പിന്നെ എല്ലാവരും കൂടി ഉണ്ടായപ്പോൾ അങ്ങനെ പിന്നെ അത്രയൊന്നും വിരകിയിട്ടും ഇല്ലല്ലോ. ഇത്ര നല്ലേന് വിരകില്ല, എത്രങ്ങാനും വിരകും. കാരണം എന്താ വെച്ചാൽ ഈ മരുന്ന് വിരകുക എന്ന് വെച്ചാൽ നല്ലോണം സ്മെല്ലുണ്ടാവും, നല്ല മണമായിരിക്കും. അതുകൊണ്ട് തന്നെ അയൽപക്കത്തൊക്കെ കണ്ട് എത്തിച്ചും കുറച്ചൊരു ഇലയിലെങ്കിലും ഒരു വായൻ്റെ ഇല അല്ലെങ്കിൽ പൊടിയണ്ണിൻ്റെ ഇല എന്തെങ്കിലും എടുത്തുകാണ്ട് അതിൽ കുറച്ച് എല്ലാ അയൽപക്കത്തും കണ്ട് എത്തിക്കും. കാരണം ഇത് തന്നെ എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കുള്ളൂ. എല്ലാവരും മനസ്സൊക്കെ ഇങ്ങനെ ഈ ഒരു കൊതി ഇങ്ങനെ ഉണ്ട് വരുമല്ലോ, അപ്പോൾ ഒരു പൂതിക്ക് എല്ലാവർക്കും കുറച്ച് കൊടുക്കും. അങ്ങനെയായിരുന്നു പണ്ടത്തെ കാലത്ത്. പിന്നെ കുറച്ചെന്നാണ്ട് ഉയിഞ്ഞ് കണ്ട് അടുപ്പ് കൂടും. ഇനിയിപ്പോൾ കാറ്റിൻ്റെ കൊതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്ന് വെച്ചാൽ നല്ല മണം ഇങ്ങോട്ട് പരക്കണ സാധനമാണ്. ഇതൊക്കെ തന്നെ വല്ലപ്പോഴും വരെ ഉണ്ടാക്കുകയുള്ളൂ, എന്നാലും കിട്ടുമ്പോൾ ഒരു പൂതിയേക്കാരം. എന്തായാലും ഇനി വലിയ മരുന്നൊന്ന് വിരകാണ്ട് പൂക്കല വെട്ടിച്ചട്ടെ ഏതായാലും. എന്നാൽ ഈ സമയം അതാ ഷമ്മാസും
ഉസ്താദുമാരും കുഞ്ഞും അവർ യാത്ര തിരിച്ചിട്ടിരുന്ന് അവർ ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി ഒരിടത്ത് കയറി. എന്നാൽ അവർ പറഞ്ഞു ഏതായാലും വലിയൊരു കെണിയിൽ തന്നെയാണ് നമ്മൾ രക്ഷപ്പെട്ടത്. അതിനിടയിൽ അതാ ഷമ്മാസ് നേരെ വിളിച്ചിരുന്നു നജീബ് സാറിന്. ഹലോ നജീബ് സാർ, പിന്നെ പിന്നെ എൻ്റെ നവാസ് ഖാൻ്റെ കാര്യത്തിൽ കുറച്ചൊരു 2 ദിവസം കൂടിയും എക്സ്ട്രാ നമുക്ക് പൈസ കൊടുക്കാം. ജാമ്യത്തിന് ഇറങ്ങിയതല്ല, അപ്പോൾ അതിന് കുറച്ച് എക്സ്ട്രാ പൈസ കൊടുത്ത് ഞാൻ കൊടുത്തുകൊണ്ടാണ് പൈസ. 2 ദിവസം കൂടി ഒന്ന് ഏറെ കിട്ടണം. ഷമ്മാസ്, ഇതിനിപ്പോൾ ഏറെ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ ഈ വിധി എങ്ങനെയാ വെച്ചാൽ ഞങ്ങൾ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും തെളിവൊക്കെ കൊടുത്തേക്കണ്. അത് പ്രകാരം അവന് ഇനി ജയിലിൽ കിടക്കേണ്ടതും വരില്ല. ജസ്റ്റ് ഒരു എന്താ വിചാരണയൊക്കെ ഉണ്ടാവും എനിക്ക് തോന്നുന്നു. അങ്ങനെ അത് സാരമില്ല. എന്തൊക്കെ തന്നെ 2 ദിവസം കൂടി ഏറെ ഒന്ന് എക്സ്ട്രാ വിടണം. കാരണം ഇന്നായിരുന്നു നവാസ്ക്ക് പോകണ ദിവസം കേട്ടോ. ആയിക്കോട്ടെ സാർ. അപ്പോൾ തന്നെ ജയിലിലെ രാഹുൽ സാറിന് വിളിച്ച് കാര്യങ്ങൾ സൂപ്രണ്ടോട് സംസാരിച്ച് അങ്ങനെ ആക്കിയിട്ടുണ്ട്. എന്നാൽ ഈ സമയം വീട്ടിൽ മോനെ നവാസേ, ഉമ്മ എന്നാ ഇത് കുറച്ച് തിന്നോക്കാം. എന്തുമ്മത്? എൻ്റെ പൊന്നാര കുട്ടിയത് ഈത്തപ്പഴം വരകിയതാണ്. ഉമ്മാൻ്റെ കുട്ടിക്ക് കുറച്ച് തിന്നാളി, നല്ലതാണ് ആരോഗ്യത്തിന്. നല്ല നല്ല സാധനങ്ങളാണ്. ഷാമോനെ കൊണ്ട് ഞാൻ കൊണ്ടിരിപ്പിച്ച് തരാം സാധനങ്ങളൊക്കെ കുറച്ച്. ഉമ്മാൻ്റെ കുട്ടി തിന്നാളി. കാരണം എൻ്റെ കുട്ടി പറ്റേക്കണം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട്. ആ ബിസിനസ്സിൽ എന്ന് പറഞ്ഞ് പോയിൻ്റെ ശേഷം തന്നെ കോലം കെട്ടിക്കണം. ഇങ്ങനെയല്ലേന്നല്ലത്. ഈ എൻ്റെ 3 ആമക്കളിലും കൂട്ടത്തേക്ക് ചേലും ചുരുക്കുള്ള എൻ്റെ കുട്ടിയേനോ എൻ്റെ നവാസ്. എല്ലാവരും പറയും എൻ്റെ കുട്ടിക്ക് കണ്ണ് തട്ടുന്നു. ഒരു കൈമൊരു ചിരട് കറുത്ത ചിരട് കെട്ടി കൊടുക്കാനൊക്കെ വലിയപ്പോൾ പറയുന്നു പണ്ട്. എന്തൊക്കെ തന്നെയാലും ഇപ്പം എൻ്റെ കുട്ടീൻ്റെ കോലായത് കണ്ടില്ലേ ഉമ്മ. എന്താ എനിക്ക് കുഴപ്പം? അല്ലേ ഇങ്ങനൊന്നല്ലേനല്ലേ എന്താ എനിക്ക് പറ്റുന്ന മനസ്സിൻ്റെ ഇടങ്ങാറും ഭാരം കൊണ്ടേക്കും. റബ്ബേ, ഇങ്ങനത്തെ ഒരു അവസ്ഥ ഒരു മനുഷ്യനും ഇല്ലാതിരിക്കട്ടെ. ഉമ്മാൻ്റെ കുട്ടിക്ക് തിന്നാളി കുറച്ച്. ഉമ്മ ഇതൊന്നും എനിക്ക് വേണ്ട. അതെന്താ അങ്ങനെ പറയണത്? ഇത് ഷാമോ തിന്ന് നോക്കണേ. ഓനെ ആരോഗ്യം നോക്കും. ഓനുണ്ടല്ലോ കാണാൻ മാത്രം ഉണ്ടേനോ, നല്ല ലേത്തിന് ഉഷാറുമാണ്. ഓനങ്ങനെ ഓൻ ഇതൊക്കെ കിട്ടിയാൽ തിന്നും. ഇജ്ജ് മാണ്ടാന്ന് പറയില്ല. കുറച്ച് ഓൻ തിന്നാളെ ശരീരത്തിന് നല്ലതാണ്. കാരണം നല്ല രീതിയിൽ എൻ്റെ കുട്ടി ഇനിയിപ്പോൾ ബിസിനസ്സൊന്നും പോകണ്ടപാടെ ഇനി കുറച്ച് നിൽക്കാനും നോക്കട്ടെ. ഞാൻ കുറച്ച് നല്ല മട്ടത്തിന് തിന്നാനൊക്കെ തിന്ന് കണ്ട്. ഇത് തീറ്റയും കുടിയില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ അതിനൊരു കോലായത് കണ്ടില്ലേ. പിന്നെ മനസ്സിൻ്റെ ഇടങ്ങാറും എല്ലാം കൂടി ഇവിടെ കുറച്ച് നിൽക്ക്. എന്നാൽ നവാസ് ഒന്നും മിണ്ടിയില്ല. ഉമ്മ നൽകിയ ആ ലേഹം നവാസിന് വാങ്ങാതിരിക്കാനും കഴിഞ്ഞില്ല. അവൻ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞത് കഴിച്ചു. ഉമ്മ അസാധ്യമായ ടേസ്റ്റ് ഉമ്മ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പം എങ്ങനെയുണ്ട്? മാണ്ടാന്നൊക്കെ പറയും. ഇപ്പം തിന്നണ ഈ രസം പിന്നെ കിട്ടൂല. ഇപ്പം ഈ ചൂടോട് കൂടി തിന്നുമ്പോൾ നല്ല രസമാണല്ലോ. എൻ്റെ ഷാമോൻ എപ്പോഴാണ് വരിക എന്നാ? ഓനിപ്പോൾ എവിടെ പോയി ഓൻ എവിടേക്ക് പോയതെന്നൊക്കെ പറഞ്ഞു കേട്ടീന്. ഉസ്താദും ഒക്കെ പോയിക്കണല്ലോ. ഇനി പോകാൻ വന്നിട്ട് കുറച്ച് സമീറാൻ്റെ റൂമിൽ അവിടെ കൊണ്ടു വെച്ച് കൊടുക്കട്ടെ. എന്നാൽ പിന്നെന്താന്നോ, ഉസ്താദ് വരുമ്പോൾ ഉസ്താദും തിന്നോളൂ. അതിനിപ്പോൾ എന്താ നല്ലതന്നല്ല. ഇനിയിപ്പോൾ പണ്ടത്തെ കാലത്തൊക്കെ പെറ്റെടുക്കുന്ന റൂമൊക്കെ പുതിയാപ്പിളർക്ക് കിടക്കാൻ പാടില്ല അങ്ങനെ എങ്ങനെയെന്നൊക്കെ ഒരു ചിന്തയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ പിന്നെ അതൊന്നുമില്ല. ഇപ്പോൾ ഗൾഫിലൊക്കെ എല്ലാവരും പെറ്റെടുക്കണ എങ്ങനെ പുതിയാപ്പിളയും പുതിയണ്ണും ഒക്കെ ഒരു റൂമിൽ തന്നെ ഒപ്പം തന്നെ കിടക്കലും ഒക്കെ അങ്ങനെ തന്നെയല്ലേ ഗൾഫിലൊക്കെ. ഇവിടെ പിന്നെ പണ്ടത്തെ കാലത്തൊന്നും അത് പറ്റില്ല. ഇപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല തോന്നുന്നുണ്ട്. ഏതായാലും ഉസ്താദ് അങ്ങോട്ട് വരും. ഓളം അതിൻ്റെ ഉള്ളിലത്തെ കുഴമ്പിൻ്റെയും എണ്ണൻ്റെയും തൈലത്തിൻ്റെയും മണക്കപ്പോൾ മൂപ്പർക്ക് ശീലമായിട്ടുണ്ടാവും. ഓലിപ്പോൾ ഉസ്താദന്മാർ അത്രയും പരത്തി നടക്കുന്ന ആൾക്കാരാണ്. ഓൾക്ക് ചിലപ്പോൾ ഈ മണം കണ്ടുകൂടായുണ്ടാവും. പക്ഷെ എന്നാലോ പെറ്റി കിടക്കണ പോലെ നല്ല നമ്മൾ നോക്കുമ്പോൾ അതൊക്കെ അതിൽ പെടുത്തണമല്ലോ. കഷായം ആയാലും കഷായത്തിൻ്റെ മണം ഉണ്ടാവും, തൈലത്തിൻ്റെ മണം ഉണ്ടാവും, ലേഹത്തിൻ്റെ ഒക്കെ ഉണ്ടാവും. അങ്ങനെ തന്നെയല്ലേ അവനാൻ്റെ പെണ്ണുങ്ങളൊക്കെ പെറ്റെടുക്കുമ്പോൾ ആണുങ്ങൾക്ക് കണ്ട് ശീലമല്ലേ ഈ കാരം. മോനെ തിന്നുന്ന കുറച്ചും കൂടി തിന്നാൾ. ഉമ്മ മതി, എനിക്ക് നല്ല ടേസ്റ്റ് തന്നെ എല്ലാവർക്കും കൊടുത്തോളൂ. എന്നാൽ ഷമ്മ നവാസിനെ അത് കഴിക്കുവാൻ ഇനിയും കൊതിയുണ്ട്. പക്ഷേ എന്തിനാണ് ഞാനിങ്ങനെ കഴിച്ച് പുഷ്ടി കൂട്ടിയിട്ട് എന്ത് കാര്യത്തിനാണ്? എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. എൻ്റെ ജീവിതം തടവറയായിപ്പോയില്ലേ. ആ സൗദൻ്റെ ഉമ്മ കൊടുത്തൊരു കേസ്. അവൾ എന്താ ഞാൻ ചെയ്തത് എനിക്കറിയുന്നില്ല. ചിലപ്പോൾ ആലോചിക്കുമ്പോൾ തല പെരുകയാണ്. എന്താണ് ഞാൻ അവളെ ചെയ്തത്? അവൾ അത്രമാത്രം സ്നേഹിച്ചതും അവൾ ഗൾഫിലേക്ക് കൊണ്ടുപോയതും അവളെ നല്ല രീതിയിലാക്കിയതാണ് ഞാൻ ചെയ്ത തെറ്റ്. പഠിച്ചോനെ, ഇങ്ങനെയൊക്കെ ഇങ്ങനത്തെ പരീക്ഷണങ്ങളൊന്നും ആർക്കും നീ കൊടുക്കല്ല അല്ല. പിന്നെ പാവല്ല എന്ന് കരുതിയിട്ട് ഞാനവിടെ ഇങ്ങനെ നിർത്തിക്കണം, അല്ലെങ്കിൽ അടിച്ച് പുറത്താക്കുകയാണ് വേണ്ടത് ഇങ്ങനത്തെ. കാരണം തള്ളിയും മോളും കണക്കാ. ഇപ്പോൾ ഒരു സുഖവും സമാധാനം തന്നില്ല. ഇന്നലെ രാത്രി ഞാൻ കിടന്ന ഈ സോഫയിലാണ്. കാരണം എന്താ, അവൾക്ക്
വേണ്ട, എന്തിനാ പലക്കെ ആലോചിക്കണത്, ഒന്ന് ഒഴിഞ്ഞു പോയാൽ അത്രയും വലിയതായിരുന്നു. ഏതായാലും എൻ്റെ കുട്ടീനെ നോക്കണില്ല, എൻ്റെ കുട്ടീനെ നുസിയാണ് നോക്കണത്. കുട്ടീനെ ഏതായാലും നോക്കണില്ല, പിന്നെ ഇപ്പം എന്ത് കാര്യത്തിനാണ് നാവുമ്പളെ ഇന്നാണ് ചിലപ്പോൾ അടുപ്പിക്കാൻ അതും സമ്മതിക്കൂല. എന്നാൽ അന്നതാ നവാസ് സൗദിയുടെ റൂമിലെത്തി കുഞ്ഞിനെയും കൊണ്ട്. ഇപ്പോൾ നവാസാണ് കുഞ്ഞിനെ എടുത്ത് നടക്കുന്നത്. കാരണം നുസിക്ക് ഓരോ പണിയായിരിക്കും. എന്നാൽ ഒരിക്കൽ പോലും തൻ്റെ ഭാര്യ സൗദ ഒന്ന് പാല് കൊടുക്കുന്നു കാണാൻ നവാസ് ഒരുപാട് കൊതിച്ചു പോയതാണ്. എന്നാൽ കുഞ്ഞിനെയും കൊണ്ട് അതാ നവാസ് റൂമിലേക്ക് കയറി. സൗദ, നിങ്ങളെന്തിനാ എന്നെ കൊണ്ടുവന്ന് പമ്പേഴ്സ് ഇടാതെ? ഇവിടെ മൂത്രം വയ്ക്കൂലേ? സൗദ, ഇത് നിൻ്റെ കുട്ടിയാണ്, പമ്പേഴ്സ് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. എൻ്റെ കുട്ടി കുറേ നേരമായി പമ്പേഴ്സ് ഇട്ടു, ഒന്ന് കാറ്റ് കൊണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അതിൻ്റെ ഇവിടെയൊക്കെ ഒരു കുരു പൊന്തുന്ന പോലെയൊക്കെ ഉണ്ട്. കാരണം ഇളം ചുടുവെള്ളത്തിൽ ഇടക്കൊക്കെ നീ ഇത് കഴുകി കൊടുക്കണ്ടേ? എല്ലാം ഇത് നുസൈബൊക്കെ കഴിയോ? ഓ പിന്നെ വന്നു, കുട്ടികളാകുമ്പോൾ അങ്ങനെ വളർന്നോളൂ. എന്തപ്പോൾ ഞാൻ ഇപ്പോൾ കുട്ടീനെ നോക്കായിട്ട് നിങ്ങൾക്ക് ഞാൻ നോക്കണൊക്കെ ഉണ്ട് ആവശ്യത്തിന്, അതൊക്കെ മതി. കൂടുതൽ നമ്മൾ സ്നേഹിക്കാൻ പറ്റൂല. സൗദ, ഞാൻ നിന്നോട് അപേക്ഷിക്കുകയാണ്, നീ കുട്ടീനെ കടുപ്പം കാട്ടില്ല കേട്ടോ. കുട്ടീനെ നീ ഇടങ്ങാറാക്കല്ലേ. അള്ളാഹു നമുക്ക് നൽകിയൊരു കുട്ടിയാണിത്. ഈ കുട്ടി നിങ്ങൾക്ക് അള്ളാഹു ഒന്നല്ലല്ലോ, വേറെ 2 ഉണ്ട്. ഇപ്പോൾ 4ാമത്തെ വേറെ അയക്കണ് ഗർഭം. ഞാൻ നിന്നോട് പറയാണ്, ഈ ഒരു കുഞ്ഞിനൊന്ന് പാല് കൊടുത്ത് ഒന്ന് നോക്കിക്കൂടെ എനിക്ക്? നീ ഒരു ഉമ്മയാണോ? നീ എന്തിനു വേണ്ടി പ്രസവിച്ചത്? അതെ, നിങ്ങൾ എന്നെ ഓരോന്ന് പറഞ്ഞിതാക്കണ്ട. ഞാൻ പറഞ്ഞിട്ടില്ലേ, എനിക്ക് വേണ്ട, ഒന്നും പറയണ്ട. നിങ്ങൾ കുട്ടീനായിട്ട് പോയിക്കണം. ഇവിടെ മൂത്രം ഒഴിച്ചാണ്ട് പിന്നെ അത് മൂത്രമൊഴിച്ചാൽ നിൻ്റെ കുഞ്ഞന്നല്ലേ? അങ്ങനെ തന്നെയല്ലേ ഞങ്ങളെല്ലാവരും മൂത്രമൊഴിച്ച് തന്നെയാണ്. ഇപ്പോഴല്ലേ ഈ പമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. ആ കുട്ടി ഒന്ന് കൈകാലിട്ട് അടിച്ചൊന്ന് നടക്കട്ടെ, ഒന്ന് അവിടെ കിടക്കട്ടെ നല്ല രീതിയിൽ, എന്നെങ്കിലും മാത്രമേ കുഞ്ഞിന് നല്ലൊരു ആശ്വാസം കിട്ടുള്ളൂ. അല്ലാതെ എന്നാൽ ഈ സമയം അതാ നവാസ് പുറത്തേക്ക് ഇറങ്ങി. പാവം തോന്നി കുട്ടിയുടെ അവസ്ഥ കണ്ട്. എന്നാൽ അവൻ പെട്ടെന്ന് ഗ്യാസ് അടുപ്പിൽ കുറച്ച് വെള്ളം ചൂടാക്കി കുറഞ്ഞ ഉപ്പും ഇട്ട് ഒരു ഇളം ചൂടാക്കിയിട്ട് അതാ കുഞ്ഞിനെ കഴുകി കൊടുക്കുന്നു അരയുടെ താഴോട്ട്. എന്നാൽ ഐഷും അത് കണ്ടു. എൻ്റെ പൊന്നാരൻ്റെ നവാസേ, ജൊക്കെ ശീലാക്കി കൊടുത്താലട്ടോ. ഓനെ പെറ്റ തള്ളണ്ട അവിടെ കിടക്കണമൊന്നുമില്ലാതെ. ഒന്ന് പറഞ്ഞൂടെ അതൊക്കെ? ഉമ്മ ഒന്നും പറയണ്ടമ്മ, അവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലമ്മ. ശരിക്കും നവാസിൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. തൻ്റെ കുഞ്ഞിനെ ആലോചിച്ചിട്ടാണ്. കുഞ്ഞിനെ നോക്കാനൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. പക്ഷെ എന്നാലും പെറ്റ് തള്ളൻ്റെ അടുത്തൊന്ന് നിൽക്കാൻ ആ കുട്ടിക്കൊരു ഭാഗ്യമില്ല. ശരിക്കും നവാസിനെ മടുത്തു എന്ന് തന്നെ പറയാം. ശരിക്കും സൗദയെ അങ്ങോട്ട് ഒഴിവാക്കി വിട്ടാലോ എന്ന് വരെ ആലോചിക്കണം. ഏതായാലും എനിക്കും അവളെ കൊണ്ട് കാര്യമില്ല, പിന്നെ അതുപോലെ തന്നെ കുഞ്ഞിനും കാര്യമില്ല. പിന്നെ എന്തിനാ അവളങ്ങനെ തീറ്റിപ്പോറ്റുന്നത്? എന്നാൽ നവാസ് അതാ കുഞ്ഞിനെ എടുത്ത് നന്നായിട്ട് തോർത്തി കൊടുത്തു. പഠിച്ചോനെ പാവം, ഇല്ലടാ ഉപ്പാൻ്റെ കുട്ടി എവിടെ? സ്നേഹത്തോടെ നെഞ്ചോട് ചേർത്തു. അപ്പോഴേക്കും അതാ നുസി ഓടി വന്നു. ഇക്ക തെരി, ഞാൻ കുട്ടിനെ വാങ്ങിക്കോളാം. പെട്ടെന്ന് അവൾ കുഞ്ഞിനെ വാങ്ങി. എന്നാൽ കുഞ്ഞ് കരച്ചിൽ നിർത്തി. സത്യം പറഞ്ഞാൽ നവാസ് ആകെപ്പാടെ ടെൻഷനാവുകയാണ്. നവാസിൻ്റെ മനസ്സിൽ പുതിയ ചിന്തകൾ വന്നു തുടങ്ങി. എന്തിനാണ് സൗദ? ഈ വീടിന് ഉപകാരമില്ല, എനിക്ക് ഉപകാരമില്ല, കുഞ്ഞിന് ഉപകാരമില്ല. എന്തിനു വേണ്ടിയിട്ടാണ് ഇവളെ ഇവിടെ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്? ഇവൾക്ക് വേണ്ടി റൂം തന്നെ ഉമ്മ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അവൾ അവിടെ സുഖസുന്ദരമായി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം കുഞ്ഞിനെപ്പോലെ നോക്കുന്നില്ല. സൗദ എന്തിനാണ്? എന്തെങ്കിലും ഒരു ഉപകാരമുണ്ട്, തിരക്കടില്ല. ആർക്കും ഉപകാരമില്ലാത്ത ഈ ഒരു സാധനത്തിന് എന്തിനു വേണ്ടിയിട്ടാണ് ഈ പുത്തൻവീട് തറവാട്ടിൽ വെച്ച് പൊറപ്പിക്കുന്നത്? എനിക്കറിയുന്നില്ല. ഉമ്മയോട് 2 കാര്യങ്ങൾ ചോദിക്കാനും പറയാനുണ്ട്. എന്നിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തേ മതിയാവൂ. അല്ലാതെ എത്ര കാല് പിടിച്ച് താഴ്ന്ന് കൂഴ്ന്ന് പറഞ്ഞിട്ടും ആ പെണ്ണിന് യാതൊരു കുലുക്കുമില്ല. അത് അവളുടെ തള്ളയുടെ ബാക്കി തന്നെ, വേറൊന്നുമല്ല. ശരിക്കും നവാസ് ആകപ്പാടെ ദേഷ്യവും സങ്കടവും ഒരുമിച്ചാണ് അവനക്ക് വരുന്നത്. സൗദ എന്നുള്ള പേര് കേൾക്കുന്നതിന് നവാസിന് വെറുത്തു പോയി എന്ന് തന്നെ പറയാം. ഇല്ല, ഇനിയും കഴിയില്ല. ഒരുപാട് അനുഭവിച്ചു, ഒരുപാട്. ഇനി കഴിയില്ല റബ്ബേ, നീ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു കൊണ്ടല്ല. നവാസ് ഹൃദയം പൊട്ടി ദുആ ചെയ്തു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.